നമ്മൾ പറഞ്ഞു വന്നത് ഇദാ വഖഅത്തിൽ വാഖിഅ, ആ മഹാസംഭവം അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ ലൈസ ലി വഖഅതിഹാ കാദിബ, അത് സംഭവിക്കുന്ന സമയത്ത് അതിനെ നിഷേധിക്കുന്നവരുണ്ടാകുകയില്ല. അതുവരെ ഇങ്ങനെ ഖിയാമത്തുണ്ടാകൂല, ഇങ്ങനെ വിഷയമൊന്നും ഉണ്ടാകൂല, അത് വെറുതെ പേടിപ്പിക്കുകയാണ്, പറഞ്ഞു പേടിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞവർ എല്ലാം മുട്ടുമടക്കി സമ്മതിച്ചിരിക്കുകയാണ്. ഖാഫിളത്തുർ റാഫിഅ, ചില ആളുകളെ അള്ളാഹു താഴ്ത്തിക്കളയും, ചില ആളുകൾ അള്ളാഹു ഉയർത്തുകയും ചെയ്യും. ഖാഫിള, താഴ്ത്തിക്കളയും. ഇവിടെ വലിയ അഹങ്കാരത്തോടുകൂടെ തൻ്റെ പ്രതാപവുമായി മറ്റുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ട് ഞാനാണ് ഏറ്റവും വലിയവനെന്നുള്ള അഹങ്കാരത്തോടുകൂടെ ദുനിയാവിൽ നടന്നവർ, അവരൊക്കെ താഴ്ന്നു പോകുകയാണ്, അവരുടെയൊക്കെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റാഫിഅ, ചില ആളുകളോ സ്റ്റെപ്പായി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരാണെന്ന് കരുതിയവർ, ആക്രമിക്കപ്പെട്ടിരുന്നവർ, ഒരുപാട് പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിച്ചിരുന്നവരൊക്കെ തന്നെ സ്റ്റെപ്പായി അവരിങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, സ്ഥാനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, ഭൂമി ഇങ്ങനെ കിടുകിടാ വിറക്കപ്പെടുമ്പോൾ, വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങളൊക്കെ തരിപ്പണമാകുമ്പോൾ, ഫകാനത്ത് ഹബാഅ മുംബസ, അത് അന്തരീക്ഷത്തിൽ വിതരപ്പെട്ട ധൂളികളെപ്പോലെ, പഞ്ഞികളെപ്പോലെ ഇങ്ങനെ പാറി നടക്കുന്ന സമയം. ചുരുക്കി പറഞ്ഞാൽ ആകെ കോലാഹലമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഭയവിഹ്വലരായിട്ട് ജനങ്ങളും പക്ഷികളും മൃഗാദികളും എല്ലാ സംഭവങ്ങളും. ഒരു ഭാഗത്ത് ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 4 ഭാഗത്തേക്കും എവിടെയെങ്കിലും ഒരു രക്ഷയുണ്ടോ എന്ന്. സ്വന്തം വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങിയിട്ട് തൻ്റെ വീട്ടിൽ സിംഹമുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, ആടുണ്ട്, പശുണ്ട്, എല്ലാവരും നിൽക്കുകയാണ്. ഇക്കൂട്ടത്തിൽ മനുഷ്യരും. എല്ലാവർക്കും ഒരേ ഒരു ചിന്ത മാത്രം, പടച്ചവനെ എങ്ങനെ ഞാൻ രക്ഷപ്പെടും, എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രം. അതിൻ്റെ ശാഖകളാണല്ലോ ഓരോന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഒരു ക്ലിപ്പ് കാണാനിടയായി. സ്ഥലം എവിടെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പുറത്തേക്ക് ചാടാൻ വേണ്ടി. വെള്ളപ്പാച്ചിലുകൾ ഇങ്ങനെ വന്നിട്ട് അവരെയും ആ ബിൽഡിങ്ങും കൂടി ഒന്നാകെ ഒഴുക്കിക്കൊണ്ടു പോവുകയാണ്. വലിയ വലിയ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ എങ്ങോട്ടാണ് ഓടുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വന്നിട്ട് അവരെ ഒന്നാകെ കൊണ്ടുപോവുകയാണ്. ദുന്യാവിൽ അതിൻ്റെ ഓരോരോ അലയൊലികൾ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ മുമ്പിലും ചെറുതേങ്ങ ചെറുത് നമ്മൾ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം എല്ലാം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും ചത്തൊടുങ്ങി, എല്ലാം നിശബ്ദതയുടെ മേഖലയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. വകുൻതും അസ്വാജൻ സലാസ, അന്ന് നിങ്ങൾ 3 വിഭാഗമായിരിക്കും. 3 കൂട്ടരായിരിക്കും നിങ്ങൾ അന്ന്, 3 ടീം. ഈ 3 ടീമിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആ സമയത്ത് നമ്മൾ 3 ടീമായിട്ട് അള്ളാഹു തിരിച്ചിരിക്കുകയാണ്. ആരാണത്? ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. ഒന്ന് വലതുപക്ഷക്കാർ, വലത് കൈയിൽ കിതാബ് കിട്ടുന്നവർ. മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരുടെ അവസ്ഥ എന്താണ്? അള്ളാഹു ആശ്ചര്യത്തോടു കൂടെ ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് വിശദീകരിക്കുകയാണ്. ശേഷം ഈ സൂറത്തുൽ വാഖിയയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ഒന്ന് മാത്രമല്ല. പക്ഷെ അതിലൊരു മെയിൻ പോയിന്റാണ് ഈ 3 കൂട്ടക്കാരെ കുറിച്ചുള്ള ചർച്ച.
കുറേ സമയം അതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, കുറേ സൂറത്തുകൾ ആയത്തുകളിലായിട്ട്. 3 വിഭാഗത്തിൽ അള്ളാഹു ആദ്യമായി എണ്ണിയത് അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരാണ്. മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരുടെ അവസ്ഥ എന്താണ്? വസ്ഹാബുൽ മഷ്അമ, ഹതഭാഗ്യരായ ഇടതുപക്ഷക്കാർ, ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്നവര്. മാ അസ്ഹാബുൽ മഷ്അമ, ആ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ എന്താണ്? വസ്സാബിഖൂന സാബിഖൂൻ, മുന്നേറിയ ഒരു കൂട്ടരുണ്ട്. എ ഗ്രേഡ് കിട്ടിയ, ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരുണ്ട്. അവർ ദുന്യാവിൽ വെച്ച് മുൻകടന്നവർ തന്നെയാണ്. അസ്സാബിഖൂൻ, അവർ ആ സമയത്തും മുൻകടന്നവരാണ്. 3 ടീം. വലത് കയ്യിൽ കിതാബ് കിട്ടുന്ന ഭാഗ്യവാന്മാർ, വലതുപക്ഷക്കാർ. ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്ന ഇടതുപക്ഷക്കാർ, ഹതഭാഗ്യർ. വസ്സാബിഖൂൻ, മുൻകടന്നൊരു ടീം, എല്ലാറ്റിലും മുൻകടന്ന് നിൽക്കുന്ന ഒരു ഫസ്റ്റ് ഗ്രേഡിലുള്ളൊരു ടീം. അള്ളാഹു ഇങ്ങനെ 3 വിഭാഗമാക്കി തിരിച്ചിരിക്കുകയാണ്. ഉലായികൽ മുഖറബൂൻ. ഇത് ഓതുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ പാരായണം ചെയ്യുന്നവരായതുകൊണ്ട് ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഇപ്പം നമുക്കറിയാം. അർത്ഥം ആലോചിച്ചുകൊണ്ടും അർത്ഥം ചിന്തിച്ചുകൊണ്ടും നമ്മൾ പരിശുദ്ധ ഖുർആൻ ഒരു ഖിറാഅത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു രസമൊന്ന് വേറെ തന്നെയാണ്. ഇനി അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ശരി, നല്ല ഖിറാഅത്ത്, നല്ല ഓത്ത്. നമുക്കറിയാം മക്കത്തും മദീനത്തൊക്കെ നമ്മൾ മഅ്മൂമായി നിസ്കരിക്കുമ്പോൾ നമ്മളറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. ചില സൂറത്തുകളൊക്കെ ഇമാം ഓതുമ്പോൾ നരകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ ശബ്ദത്തോടുകൂടെ ഉയർത്തിക്കൊണ്ട് ഓതി തൻ്റെ ഖിറാഅത്ത് പൂർണ്ണമാക്കാൻ പറ്റാതെ വിങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. സത്യത്തിൽ നമുക്ക് അർത്ഥം അറിയില്ലെങ്കിലും ആ ഓത്ത് കേൾക്കുമ്പോൾ എന്തോ ഒരു ആഖിറത്തിൻ്റെ ഒരു ഭയാനകരമായ സംഭവത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. അതോടുകൂടെ അർത്ഥമറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് വേറെ തന്നെയാണ്, യാതൊരു സംശയമില്ല. والسابقون السابقون أولئك المقربون في جنات النعيم. ആ മുൻകടന്നവരാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം, മുഖറബീങ്ങൾ, അള്ളാഹുമായി ഏറ്റവും അടുത്തവരാണ് ആ മുൻകടന്ന ടീം. മറ്റവരെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നുണ്ട്. മസ്ഹാബുൽ മൈമനേക്കാളും വലതുപക്ഷക്കാരെക്കാളും എല്ലാവരെക്കാളും മുൻകടന്ന് നിൽക്കുന്നൊരു ടീം, അവർ റബ്ബിൻ്റെ സ്വർഗത്തിലാണ്. ഫി ജന്നാത്തിൻ നഈം. പക്ഷേ സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഒരു കൂട്ടം ആ വിഭാഗത്തിലുണ്ട്. മുൻഗാമികളെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ ടീമിലുണ്ട്. വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളിൽ കുറച്ച് പേരേ ഉള്ളൂ. പിൻഗാമികളിലുണ്ട്, പക്ഷേ മുൻഗാമികളിലുള്ള അത്ര തന്നെ ഈ മുൻകടന്ന വിഭാഗത്തിൽ ആള് കുറവാണ്. നമുക്കറിയാം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള എല്ലാ സംഭവങ്ങളും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സഹാബി മഹാരഥന്മാർ, താബിഉ താബിഈങ്ങൾ, അവരൊക്കെ ആ സാബിഖീങ്ങളിലുണ്ട്, മുൻകടന്നവരിലുണ്ട്. അവരെ പാത പിൻപറ്റിക്കൊണ്ട് എല്ലാ വിഷമങ്ങളും സഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്ത് റബ്ബിന് ഇബാദത്തെടുത്തുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ജീവിച്ച പിൻഗാമികളിലുള്ള പ്രധാനികളും ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ കുറവാണ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് തുലവും കുറവാണ് പിൻഗാമികളിലുള്ളവർ ഉണ്ട്. ഇങ്ങനെ 3 കൂട്ടരാണ് ആഖിറത്തിൽ ചോദ്യങ്ങളെ നേരിടുന്നത്, ഹിസാബിനെയൊക്കെ നേരിടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വലത് കയ്യിൽ കിതാബ് കിട്ടുന്ന കൂട്ടരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. കാരണം മുൻകടന്നവരെന്ന് പറയുന്നത് നമുക്കറിയാം, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആ ഭാഗത്ത് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് പോലും ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. കാരണം അത്രയ്ക്കും എല്ലാ സമർപ്പണവും നടത്തി മുന്നോട്ട് നീങ്ങിയവരാണ്. നമ്മളൊക്കെ ഈ ദുനിയാവിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ ഓടി
ഏതെങ്കിലും കുറച്ച് സമയമൊക്കെ നമ്മൾ പള്ളിയിൽ നിസ്കാരം ഇബാദത്തൊക്കെ ആയിട്ട് കഴിയുന്നൊരു കൂട്ടരാണ്, സാധുക്കളാണ്, പാപങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഇബാദത്തായി മാറിയാൽ അതിനൊക്കെ പ്രതിഫലമുണ്ട്. എന്നാലും ശരി, നമ്മൾ ആത്മാർത്ഥമായി നോക്കിയാൽ നമ്മളൊക്കെ വളരെ പിന്നിലാണ്. മുന്നിലാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമ്മളെ മുന്നിലാക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ ആ വലത് കയ്യിൽ കിതാബ് കിട്ടുന്ന കൂട്ടർ അവരുടെ സന്തോഷം പറയുന്നുണ്ട് വേറെ സൂറത്തുകളിൽ. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, വലത് കയ്യിൽ കിതാബ് കൊടുക്കപ്പെടുന്ന വിഭാഗം, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, അവർക്ക് റബ്ബിൻ്റെ അടുക്കൽ നേരിടേണ്ടി വരുന്ന ചോദ്യം വളരെ കുറച്ചാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ചോദ്യത്തിനൊക്കെ അതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് വേണമല്ലോ മുന്നോട്ട് നീങ്ങാൻ. പക്ഷേ ഈ വലത് കയ്യിൽ കിതാബ് കിട്ടിയവർ, അവർക്ക് വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ പരീക്ഷണമുള്ളൂ. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, വയൻഖലിബു ഇലാ അഹ്ലിഹി, ഈ വലത് കയ്യിൽ കിതാബ് കിട്ടിയാൽ ആ സന്തോഷത്തോടു കൂടെ തൻ്റെ അഹ്ലുകാരിലേക്ക് അങ്ങ് ഓടുകയാണ്. മസ്റൂറ, വളരെ സന്തോഷത്തോടുകൂടെ ഓടിച്ചെല്ലുകയാണ്. വലത് കയ്യിൽ കിതാബ് കിട്ടിയ സന്തോഷം, മാറി നിൽക്കുന്ന കുടുംബക്കാർ സന്തോഷത്തോടുകൂടെ, ആ കുടുംബക്കാരും നല്ലവരായിരിക്കും, അവരിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറയുന്നു, ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ കയ്യിൽ വലത് കയ്യിലാണ് കിതാബ് കിട്ടിയത്. നമുക്കറിയാം, നമുക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടിയാൽ നമ്മുടെ മക്കളൊക്കെ ഓടി വന്നിട്ട്, ഉപ്പ ഞാൻ പരീക്ഷയ്ക്ക് ജയിച്ചിട്ടാ, ഉമ്മ ജയിച്ച്, നമ്മുടെ കൂട്ടുകാരോട് പങ്കുവെക്കലും സന്തോഷമൊക്കെ നമുക്കറിയാം. അപ്പം അതേപോലെ തന്നെ അവിടെ കിതാബ് കിട്ടി വിജയികളുടെ കൂട്ടത്തിൽ പെട്ടു എന്നറിയുമ്പോൾ സന്തോഷത്തോടുകൂടെ കുടുംബങ്ങളിലേക്ക് ഓടുന്ന വിഭാഗം അള്ളാഹു അക്കൂട്ടറിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുആയാണ് നമുക്ക് ആവശ്യം. എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇഖ്ലാസ് ഉണ്ടാകാൻ വേണ്ടി, ലോകമാന്യം അത് വരാതെ ആത്മാർത്ഥമായി റിയാ ഇല്ലാതെ ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖിന് വേണ്ടിയായിരിക്കണം നമ്മളൊക്കെ ദ്വാരക്കേണ്ടത്. അതാണ് നമ്മളിലൊക്കെ കടന്നു വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവർ, അവർ സന്തോഷത്തോടുകൂടെ കുടുംബങ്ങളിലേക്ക് പോവാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിറിൽ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞു, സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്. സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, പിന്നെ നമ്മുടെ അടിമകളിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുത്തവരെ നാം കിതാബിൻ്റെ അവകാശികളാക്കി. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അവരിലുണ്ട് സ്വന്തം ശരീരത്തെ ആക്രമിച്ചവരുണ്ട്. ഫമിൻഹും മുഖ്തസിദുൻ, അവരിൽ മിതത്വം പാലിച്ചവരുണ്ട്. ഫമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, ഗുണം കൊണ്ട് മുൻകടന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. അവിടെ 3 വിഭാഗം, നേരത്തെ പറഞ്ഞ 3 വിഭാഗം തന്നെ. അക്രമം പ്രവർത്തിച്ചവരുണ്ട്, മധ്യമ നിലപാട്, ഒരു മീഡിയം, ഖൈറുൽ ഉമൂരി ഔസത്തുഹും, കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് ഒരു മീഡിയം ലെവലാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഖൈറുൽ ഉമൂരി ഔസത്തുഹും. അങ്ങനെ മീഡിയം ലെവല്, ഇതാണ് നമ്മൾ പിൻപറ്റാൻ ശ്രമിക്കേണ്ടത്. നിസ്കാരമായാലും ഇബാദത്തായാലും നമുക്കറിയാം, ഒരു ദിവസം നിസ്കാരം, ഖുർആനോത്തും, എല്ലാ ഇബാദത്തും, ദിക്റും, സലാത്തും, രാവിലെ മുതൽ വൈകുന്നേരം വരെ പള്ളിയിലിരിക്കുക, ഇബാദത്തും ചെയ്യാം. പിറ്റേ ദിവസം സുബൈക്ക് കടന്നുറങ്ങാൻ നിസ്കരിക്കാതെ, പിറ്റേ ദിവസം അതില്ല, അതിൻ്റെ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ നിസ്കാരം, അതിൻ്റെ പിറ്റേ ദിവസം ഖുർആൻ ഓതലും നിസ്കാരമൊക്കെ ആയിട്ട് ഇങ്ങനെയല്ല വേണ്ടത്. നമുക്കൊരു ടൈം ടേബിൾ സിസ്റ്റം, ഇബാദത്തുകളൊക്കെ ഒരു മീഡിയം ലെവല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? മാ ദാവമ അലൈഹി അസ്ഹാബു, ദായിമാക്കി ചെയ്യുന്ന, പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ്. ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, മഗ്രിബിൻ്റെ ശേഷം ഇദാ വഖഅത്ത് ഓതുക, ഇശാഇൻ്റെ ശേഷം തബാറക് ഓതുക, യാസീൻ ഓതുക, ഖുർആൻ കുറച്ച് സമയങ്ങൾ ടൈം ടേബിൾ അനുസരിച്ച് ഇരുന്ന് ഓതുക, ബാക്കി ജോലികൾ ചെയ്യുക, പിറ്റേ ദിവസം അതേപോലെ തന്നെ. അങ്ങനെ ഒരു ടൈം ടേബിൾ സിസ്റ്റം, ഒരു മീഡിയം ലെവലിൽ കാര്യങ്ങൾ നീക്കുക.
ചെയ്യുന്നവർക്ക് ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആർക്കെങ്കിലും അങ്ങനെ ഹാർഡ് വർക്കായിട്ട് ഇബാദത്തെടുത്ത് എല്ലാ കാര്യങ്ങളും ഫുൾ ടൈം ഇബാദത്തിലായി, അത് ജോലിയായാലും കച്ചവടമായാലും അതൊക്കെ ഇബാദത്താക്കി ഫുൾ ടൈം ഇബാദത്താക്കാൻ ആർക്കെങ്കിലും താല്പര്യവും കഴിവുമുണ്ടെങ്കിൽ അതിന് നമ്മളാരും എതിരല്ല, എല്ലാം ചെയ്യാം. പക്ഷെ ഒരു മിതത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടത്. അതിന് നമ്മളൊക്കെ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഗൾഫിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ വളരെ എളുപ്പമാണ് ഒരു മിതത്വം പാലിക്കാൻ. ഒരു ടൈം ടു ടൈം നമ്മുടെ കാര്യങ്ങൾ അതങ്ങനെ പാലിച്ചു പോവുക. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പരിഹരിക്കുക. ഇപ്പം മഗ്‌രിബിൻ്റെ ശേഷം എന്ത് തിരക്കിൽ നമുക്ക് ഇതാവാഴ്ത്തി ഓതാൻ പറ്റുന്നില്ലെങ്കിൽ ഇഷാ ശേഷം ഓതാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളൊരു മിതത്വമായ രൂപത്തിൽ മുന്നോട്ട് പോവുക. അത് അള്ളാഹുവിന്